ഹലോ. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഈ 2 ലെയർ കുന്തൻ ബാങ്കിളാണ് കേട്ടോ. 2 ലെയർ കുന്തൻ ബാങ്കിൾ ഭയങ്കര രസമാണ്. ഇതൊക്കെ കൂടുതലും ഒറ്റ ബാങ്കിളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിനെടുത്തിരിക്കുന്നത് കുറച്ച് ആദ്യം അതിൽ വെച്ചിരിക്കുന്ന ഒരു 2 ലെയറോ അറ്റാച്ച് ചെയ്യുന്നിടത്ത് ഒരു ഫ്ലവർ പാറ്റേണിൽ ഒരു പാച്ചസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് സെറാമിക് കുന്തനും ഡ്രോപ്പ് കുന്തനുമാണ്. ഒരു 10 സെറാമിക് കുന്തൻ റൗണ്ട് ഷേപ്പിൽ നമ്മൾ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരു 8, 10 അത് നിങ്ങളുടെ ഇഷ്ടം. നമുക്ക് എത്രത്തോളം ഫ്ലവറിൻ്റെ ഒരു വലിപ്പം വേണം അതിനനുസരിച്ചാണ്. ഞാൻ കുന്തനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റത്തത്. അത് കഴിഞ്ഞിട്ട് ആ സെൻറ്ററിലേക്ക് ഇപ്പോൾ അത്രയൊന്ന് വെച്ചു. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഡ്രോപ്പ് കുന്തൻ വെച്ച് കൊടുക്കും. അതാണ് ഒരു ചെയ്യണമെന്നുള്ള വിചാരിക്കുന്നത്. ഫസ്റ്റ് കണ്ടോ, അപ്പോൾ അത്രയും ഒരു 10 കുന്തൻസ് കൊടുത്ത് ഒരു സർക്കിൾ ഷേപ്പാക്കി. ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഡ്രോപ്പ് കുന്തൻ കൊടുക്കുകയാണ്. അത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏത് കളറിനും നമുക്ക് സെറാമിക് കുന്തൻ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അത് രണ്ടും ഒത്തിരി കോമ്പിനേഷനുള്ള കളറാണ്. അപ്പോൾ ഞാനതൊരു എന്താ പറയുക, ആ കളർ കൊടുത്ത് എന്താ പറയുക, തീപ്പെട്ടി കളർ എന്നാണ് പറയാറ്. തീപ്പെട്ടി കളർ, ആ ഒരു കളർ വയലറ്റ് കളർ കൊടുത്ത് ഇത് ചെയ്യാണ് കേട്ടോ സെൻറ്ററിലേക്ക്. നോക്കിയേ, ഒരു 4 കുന്തനാണ് സെൻറ്ററിൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ നമുക്ക് സ്റ്റോൺ കൊടുക്കാം, ഗോൾഡൻ ബീഡ് കൊടുക്കാം, ഒപ്പം സെറാമിക്കിൻ്റെ തന്നെ ചെറിയ റൗണ്ട് ഷേപ്പിലുള്ളതും കൊടുക്കാം. ഞാൻ സെറാമിക്കിൻ്റെ ചെറിയ ഷേപ്പിലുള്ളത് കുഞ്ഞ് റൗണ്ട് 2 mm കൊടുത്തിരിക്കുന്നത് സെൻറ്ററിൽ. ഇതുപോലെ കൊടുത്തു പാച്ചസ് റെഡിയാക്കി. ഇത് ഒരു ഘട്ടം. ഇത് കുറച്ച് സമയം എടുക്കും ചെയ്യാൻ, എളുപ്പമാണ് ചെയ്യാൻ. പക്ഷേ ഇതുപോലെ എനിക്ക് 4 എണ്ണമാണ് ആവശ്യം. 4 എണ്ണം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി അടുത്ത് നമ്മൾ ബാങ്കിൾ കവർ ചെയ്തെടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇതിന് വേണ്ടി എന്താ പറയുക, 4 കട്ടിൻ്റെ, ഇതിപ്പോൾ 4 കട്ടിൻ്റെ ബാങ്കിളാണ്. 4 എന്ന് കട്ട് എന്ന് പറയുമ്പോൾ 4 ബാങ്കിൾസ് ഉണ്ടാവും. ഇതുപോലത്തെ ചെറുതാണ് 4 കട്ട്. അപ്പോൾ 4 കട്ടിൻ്റെ ബാങ്കിൾസ് നമ്മൾ പറയുമ്പോൾ ഇതുപോലത്തെ ബാങ്കിൾസ് വേണമെങ്കിൽ, ഇതുപോലത്തെ വീതി കുറഞ്ഞതാണെങ്കിൽ 4 കട്ടെന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് 4 കട്ടിൻ്റെ 2 ബാങ്കിളാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം ഇതേ ഒരു കനത്തിലെടുത്ത് എന്താ പറയുക ഇതുപോലെ ചുറ്റിയെടുക്കുക. കാരണം ഈ ബാങ്കിളൊക്കെ കവർ ചെയ്യുന്നത് വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ജസ്റ്റ് അവസാനം എന്താ പറയുക, ബാലൻസ് വരുന്നതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ബാലൻസ് വരുന്നതിന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇച്ചിരി ഗ്ലൂ അവിടെ വേണമെങ്കിൽ അവിടെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഫാബ്രിക് ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആകുമ്പോൾ അറിയത്തില്ല. പക്ഷേ B7000 ആണെങ്കിൽ നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൃത്തിയുടെ നമുക്ക് അവിടെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇനി നമ്മൾ 2 ബാങ്കിൾ ഞാൻ കവർ ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 4 പാർട്ടീഷനാണ്. 4 പാർട്ടീഷൻ. അപ്പോൾ എടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഉണ്ടോ? ഇനി അടുത്ത് സൈഡിൽ 2 നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഇതുപോലെ 4 സൈഡും നമ്മൾ പ്ലസ് ഇടില്ലേ അതുപോലെ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ്. നമുക്കിവിടെ കുന്തൻ സ്റ്റോണും കൊടുക്കാം. ഞാനിപ്പോൾ ഗോൾഡൻ ബീഡ്സ്, ഈ വലുപ്പത്തിലുള്ള ഗോൾഡൻ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ ബീഡ്സ് ഈ 4 വെച്ച് ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തങ്ങ് വെക്കുക. കാരണം 2 ലെയർ ആകുമ്പോൾ ഒരു ഗ്യാപ്പ് വേണ്ടേ, അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ. ഓക്കെ, ഇതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് ഇവ തമ്മിൽ ഇങ്ങനെ ചേർന്നിരിക്കേണ്ടതാണ്, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മുടെ അടുത്ത ബാങ്കിലെടുത്ത് അതിൻ്റെ പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി ഒന്ന് ഡ്രൈ ആവാനും വെക്കണം കേട്ടോ. ഈ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക എടുത്താൽ മതി. ഇതിപ്പം ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടില്ല, ഇനി എന്നാലും ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിനി ഒരു ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. നമുക്കിങ്ങനെ ഡബിൾ ലെയർ കളറിൽ കൊടുക്കാം, അല്ലെങ്കിൽ സെയിം കളർ, നിങ്ങൾക്ക് അവിടെ സെയിം കളർ തന്നെ വേണമെങ്കിൽ സെയിം കളറും കൊടുക്കാം കേട്ടോ. എനിക്ക് ഡബിൾ കളറാണ്, അവരുടെ സാരിയുടെ കളറാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഒരു കസ്റ്റമൈസേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഡബിൾ കളർ കൊടുത്തത് കേട്ടോ. ഓക്കെ, ഇതുപോലെ നമ്മൾ ജസ്റ്റ് ബാങ്കിൾ കവർ ചെയ്യും പോലെ തന്നെയാണ്. ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് കവർ ചെയ്താൽ മാത്രം മതിയാവും. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അതിനുശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമ്മൾക്ക് എത്ര ഒരു വിഡ്ത്ത് വേണോ അത്രയും വിഡ്ത്ത്. കാരണം ഞാൻ ചെയ്ത ബാങ്കിൾ പാച്ചസ് കുറച്ച് വിഡ്ത്തുണ്ട്, ഇച്ചിരി വലുതാണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ വീതിക്ക് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ വീതി കുറച്ച് മതിയാവും കേട്ടോ. ഇതുപോലെ ഒന്ന് അവസാനം പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയില്ലെങ്കിൽ ഒന്ന് ചിലപ്പം ഇങ്ങനെ ചരിഞ്ഞൊക്കെ വരും കേട്ടോ. ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു ചരിവ് വന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പേസ്റ്റ് ചെയ്തത് ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ ഡ്രൈ ആവാതെയാണ് പെട്ടെന്ന് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് പെട്ടെന്ന് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അടുത്ത് ചെയ്യുക.
കാരണം നമുക്ക് ഒത്തിരി സമയം വെച്ചിരിക്കാൻ സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ് കുറച്ച് സമയം വെച്ചിരുന്നിട്ട് ചെയ്താൽ അത്രയും നല്ലത്. ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ളതൊന്ന് കവർ ചെയ്യുക. അടുത്ത 2 സൈഡും ഇത്രയേ ഉള്ളൂ. കാരണം വളരെ എളുപ്പമാണ്, നമുക്ക് ബാംഗിൾ കവർ ചെയ്തെടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കും, അല്ലാതെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വളരെ കുറവാണ്. ഇതുപോലെ ഞാൻ പാച്ചസ് കട്ട് ചെയ്തെടുത്ത്, കാരണം OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റാണ്, അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ കട്ട് ചെയ്ത് നന്നായിട്ട് നീറ്റാക്കി എടുത്ത്. ഇനി നമ്മൾ ഒട്ടിച്ചില്ലേ, നമ്മൾ കവർ ചെയ്തില്ലേ, അവിടെ ആ സൈഡിലേക്ക്, ആ 4 സൈഡിലേക്കും ഈ പാച്ചസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ഫിക്സ് ചെയ്തെടുത്ത്, ചിലപ്പോൾ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് അടുത്ത് ചെയ്യുമ്പോൾ അത് ഇളകി വരും, കാരണം ആ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റല്ലേ, കുറച്ച് സമയം എടുക്കും ഒന്ന് ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കി ഒന്ന് ഒട്ടിച്ച് ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക ഇതുപോലെ. കാരണം നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം, കാരണം അല്ലെങ്കിൽ ഇളകി വരും, അതുകൊണ്ടാണ് നന്നായിട്ട് ഗ്ലൂ. അപ്പോൾ ഈ ഗ്ലൂവിൻ്റെ ഇതുകൊണ്ടൊന്ന് ഇങ്ങനെ വഴുതി വരാൻ ചാൻസ് കൂടുതലാണ്. അതാ ഇതുപോലെ ഒന്ന്, കാരണം ഞാനങ്ങനെ ചെയ്യുമ്പോൾ ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ച്, ഇപ്പോൾ ഫുൾ ഡ്രൈ ആയി, നല്ല ഇതായി. ഇത് വെറുതെ ഇത്രയും മാത്രം വെച്ച് നമുക്ക് ബാംഗിൾ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് അങ്ങനെ ചെയ്ത് അവർക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെയും ചെയ്യാം. ഇനി ഇതിൻ്റെ ഇടയിലേക്ക് വേറെ ഒന്നുമില്ല, ഞാൻ സ്ക്വയർ കുന്തനാണ്. സ്ക്വയർ കുന്തൻ ഒരു രണ്ടെണ്ണം ആദ്യം വെച്ചു, കാരണം നമുക്ക് എത്രത്തോളം അവിടെ നിൽക്കുമെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം ഒന്ന് നമുക്ക് വെക്കുമ്പോൾ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് നോക്കുക, നമുക്ക് അവിടെ എത്ര കുന്തൻ നിൽക്കുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. അപ്പം എനിക്കവിടെ 3 കുന്തൻ കൊടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ, സ്റ്റോൺസ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിർത്താൻ പറ്റും അത്രയും ഒന്ന് ചെക്ക് ചെയ്യുക. കണ്ടോ, അപ്പം നമ്മൾ ഈ ഗ്യാപ്പ് ഇങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു സൈഡിൽ 3 ഒരു സൈഡിൽ 2 ആകുമ്പോൾ വൃത്തിയാവും. കറക്റ്റായിട്ട് അവിടെ നിന്നു. ഇപ്പം 3 എണ്ണം. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. ഞാനത് കറക്റ്റ് കാണിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഗ്യാപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ. ഇനി അടുത്ത് എന്താ പറയുക, നമ്മൾ വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് കറക്റ്റ് ഒരു ഓർഡറിൽ നിൽക്കില്ല. നമ്മളുടെ എന്താ പറയുക, എന്തെങ്കിലും വെച്ചിട്ട് അതിനൊന്നെല്ലാം നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് ഒരേ ലൈനിലാക്കി കൊടുക്കുക. ഇനി അതേ മെത്തേഡ് തന്നെയാണ് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത താഴത്തെ ലെയറും കൂടെ ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതൊക്കെ കുറച്ച് സമയം എടുക്കും ഈ 2 ലെയർ ചെയ്യാനായിട്ട്. കാരണം എന്താ പറയുക, നമ്മൾ കവർ ചെയ്തെടുത്താലും അതിനൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം, വീണ്ടും അടുത്ത് ഒട്ടിക്കണം, അങ്ങനെയുള്ള സമയം എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞത്. ഇതേ നോക്കി, ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായില്ലേ അത്. നല്ല ഇതിൻ്റെ ഹെയർ ക്ലിപ്പും ചെയ്തായിരുന്നു കേട്ടോ. അവർക്ക് ഒരു മാലയും ബാംഗിളും ഹെയർ ക്ലിപ്പും ആയിരുന്നു ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത് ഇത് ലാസ്റ്റ് ഞാൻ ചെയ്തതാണ്. ലാസ്റ്റ് വന്നപ്പോൾ ഒരു ചെറിയൊരു ഇത് വന്നു. കാരണം നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് എന്താ പറയുക, നമുക്ക് ഈ 3 നമ്മൾ കൊടുത്തില്ലേ, 3 കളറിൽ വന്നിട്ട് സെൻറ്ററിൽ ഈ പർപ്പിൾ കളർ കൊടുത്തതിന് ശേഷം എന്താ പറയുക 2 സെറാമിക് കുന്തൻ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ ഒരു 3 3 2 എന്നുള്ളത് നമുക്ക് എല്ലായിടവും കറക്റ്റ് ആവില്ല. കണ്ടോ, ഇപ്പോൾ ഞാൻ വെച്ചു 3 വെച്ചു, അടുത്ത് അവിടെ 2 നിൽക്കുകയുള്ളൂ, 2 കുന്തൻ സ്റ്റോണേ അവിടെ നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ 3 നമുക്ക് വയ്ക്കാൻ പറ്റില്ല. നമ്മൾ അത് 2 എണ്ണം വെച്ച് നിർത്തുക. കാരണം അല്ലെങ്കിൽ അവിടെ വൃത്തികേടായിരിക്കും കേട്ടോ. കാരണം നമ്മളവിടെ വേറൊന്നും അതിൻ്റെ ഇടയിൽ കൂടെ വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇരിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നിർത്തി താഴെയും അതുപോലെ ചെയ്തങ്ങ് നിർത്തുക. ഓക്കെ, കാരണം അവിടെ അല്ലെങ്കിൽ 2 എണ്ണം വെച്ച് അങ്ങനെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, ഒത്തിരി ഗ്യാപ്പ് വന്നു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു സൈഡിലങ്ങ് എന്താ പറയുക 3 എണ്ണം വെച്ചു, അടുത്ത് എന്താ പറയുക ലാസ്റ്റിൽ 2 എണ്ണം വെച്ച് അങ്ങ് നിർത്തി കേട്ടോ. ചിലപ്പോൾ നമ്മൾ ബാംഗിൾസ് ചെയ്ത് വരുമ്പോഴും അല്ല സിംഗിൾ ബാംഗിൾസ് ചെയ്യുമ്പോഴും അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ബാംഗിൾ മാറ്റിയിട്ട് എന്താ പറയുക, ആ ഒരു കൗണ്ട് അവിടെ കുറച്ച് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ലാസ്റ്റ് ചെയ്തതും കൂടെ ഒന്ന് കാണിച്ചത്. അപ്പം നമ്മൾ ചെയ്യുമ്പോഴും ഇങ്ങനെ വരാറുണ്ട്. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വയ്ക്കുന്ന എണ്ണം ലാസ്റ്റ് തന്നെ അങ്ങനെ നിൽക്കണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു എന്താ പറയുക സെൻറ്ററിൽ കൊടുത്തത് ചിലപ്പം 2 എണ്ണം എന്നുള്ള 1 മാറ്റി കൊടുക്കും. അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം. ഇവിടെ 3 ആദ്യം സ്ക്വയർ കൊടുത്തു, അടുത്ത് 2 സെറാമിക് കൊടുത്തു, അടുത്ത് 3 നിൽക്കാത്തതുകൊണ്ട് വീണ്ടും 2 എണ്ണം കൊടുത്തതിന് താഴെ അങ്ങ് നിർത്തി. കണ്ടില്ലേ, ആ ഒരു വൃത്തിയേടോ ഒന്നുമില്ല, വളരെ നീറ്റായിട്ട് തന്നെ നിൽക്കുന്നു. പിന്നെ എല്ലാം ഒന്ന് നല്ല നീറ്റായിട്ട് ബാക്കി ഫുള്ളായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം നല്ല പ്രസ് ചെയ്ത് കൊടുത്ത് കൈ കൊണ്ട്, കാരണം ഇളകി വരാതിരിക്കാനായിട്ട്. നോക്കി, ഇതൊക്കെ സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബാംഗിളാണ്. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.